ഹലോ കൂട്ടുകാരെ, നിങ്ങളെ ഞാനിന്നൊരു ചാമ്പമരം കാണിക്കാം കേട്ടോ. ഇത് നല്ല പച്ച കളർ ചാമ്പയ്ക്കയാണ്, വലിയ ചാമ്പയ്ക്കയാണ് കേട്ടോ. ഇത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. പെട്ടെന്നാണ് ഇത് വലുതായത്. ഒരു 2-3-4 വർഷമായി കാണുമായിരിക്കും ഇത് വാങ്ങിച്ചിട്ട്. നിറയെ ചാമ്പയ്ക്കയുണ്ട്. അതേ കണ്ടോ, പച്ച കളറിലെ ചാമ്പയ്ക്കയാണ് കേട്ടോ. നല്ല നീരൊക്കെയുള്ള മധുരമൊക്കെയുള്ള ചാമ്പയ്ക്കയാണ്. നമുക്കിത് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റും, പിന്നെ ഉപ്പും മുളകും ഇട്ടൊക്കെ തിന്നാൻ പറ്റും. നമുക്ക് ചുമ്മാ വേണമെങ്കിലും തിന്നാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനും ജാനും കൂടെ ഇത് കുറച്ച് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇത് നല്ല ഭാരമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് താഴെയൊക്കെ പൊഴിഞ്ഞൊക്കെ വീഴും കേട്ടോ. അങ്ങനെ ഞാനിത് തല്ലിയിടുകയാണ്. ഒരു സൈഡിലൊക്കെ പൂത്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ നല്ല വിളഞ്ഞതൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഇത് ഇടുമ്പോഴത്തേക്ക് ഇവിടെ തലയിലൊക്കെ വീഴുന്നുണ്ട്. എന്നാലും ഇവൾ മാറുന്നില്ല. ഇവൾ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് ഓടി നടന്ന് പറക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉപ്പും കൂട്ടി ഇങ്ങനെ കഴിക്കാനായിട്ട്. ഞങ്ങളന്നേരം ഉച്ച സമയം ഒരു 11-11:30 ആകുമ്പോൾ എല്ലാ ദിവസവും ഇതിൻ്റെ ചുവട്ടി വന്ന് കുറേ പറിച്ച് ഞങ്ങളിങ്ങനെ ഉപ്പും കൂട്ടിയൊക്കെ കഴിക്കാറുണ്ട്. നിങ്ങളെ ഞാൻ കാണിക്കാവേ. ഞങ്ങളിതെല്ലാം അങ്ങനെ പറിച്ചെടുക്കുകയാണ്. നമുക്ക് നമ്മുടെ അയൽക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഇഷ്ടം പോലുണ്ട്. എല്ലാവരും വന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഇച്ചിരി പൊക്കത്തിലൊക്കെ നിൽക്കുകയാണ്. നമ്മളിവിടെ തോട്ടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളും കുറച്ചൊക്കെ തല്ലിയടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരം ചാമ്പയ്ക്ക നമ്മുടെ ഇവിടെ വേറെ ആർക്കും ഇല്ല കേട്ടോ. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ടോ, ഇതേ കണ്ടോ, വലിയ ചാമ്പയ്ക്കയാണ്. അങ്ങനെ ഞാനും ഇത് കാണുമ്പോൾ തന്നെ കടിച്ച് പറിച്ച് തിന്നും. നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്ര വേണേലും തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴയായി കഴിഞ്ഞാൽ ഇത് പുഴുവാകും കേട്ടോ. അപ്പോൾ അതിന് മുന്നെയാണ് നമുക്ക് ഇതൊക്കെ എടുക്കേണ്ടത്. കണ്ടോ, എന്താ ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. അങ്ങനെ ഞങ്ങൾ വന്ന് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞത് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എത്ര കഴിച്ചാലും മതി വരത്തില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.